ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് പാകിസ്ഥാനി ദുപ്പട്ടാസിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് ദുപ്പട്ടാസാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിൽ ഫുൾ മിറർ വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ പാകിസ്ഥാനി ദുപ്പട്ട ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കളക്ഷൻസിൽ വെക്കേണ്ട ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അത്രയും ഭംഗിയാണ്, അത്രയും കളർഫുള്ളാണ്. ഇത് പല ടോപ്പുകളുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ റയോൺ ടോപ്പിൻ്റെ കൂടെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് വിത്ത് ടോപ്പും അല്ലാതെ ടോപ്പില്ലാതെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 850 ആണ്, ടോപ്പ് പ്ലസ് ദുപ്പട്ട. നിങ്ങൾക്കിനി ടോപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ദുപ്പട്ട തനിച്ചായാലും അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് കാണുന്ന മിക്ക ദുപ്പട്ടയ്ക്കും ഈ ബ്ലൂ റയോൺ കുർത്തി കറക്റ്റ് മാച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്ലൂ റയോൺ കുർത്തിയുടെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുമല്ല, ഈ ദുപ്പട്ടയിൽ കാണുന്ന മിക്ക കളേഴ്സിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിത് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു റയോൺ കളർ ആയതുകൊണ്ട്, ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തെന്ന് മാത്രം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഈ ദുപ്പട്ടയിൽ കാണുന്ന പ്രിൻ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ ഏതിൻ്റെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ്. അത്രയും കളർഫുള്ളായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത്. പാകിസ്ഥാനി ദുപ്പട്ട പല മോഡലിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് അതിൽപ്പെട്ട ഒരു ഫുൾ മിറർ വർക്ക് വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ഇത് ആ നാട്ടുകാരുടെ ഒരു കുടിൽ വ്യവസായമാണ്. അവർ കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു ദുപ്പട്ടയാണിത്. ഇതിൽ ഒത്തിരി മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഏതെങ്കിലും നൈറ്റ് ഫങ്ഷനൊക്കെ ഇടാനായിട്ട് വളരെ എലഗൻ്റ് ആയിരിക്കും കേട്ടോ. ഈ ദുപ്പട്ട ഒന്നിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ മിറേഴ്സൊക്കെ ഇങ്ങനെ വല്ലാണ്ടങ്ങ് തിളങ്ങും. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് നൈറ്റ് ഫങ്ഷനൊക്കെ ഇട്ട് പോകാവുന്ന ഒരു ദുപ്പട്ടയാണ്. റിച്ച് ലുക്ക് തരുന്ന ദുപ്പട്ടയാണ്. സിൽക്ക് ടോപ്പിൻ്റെയൊക്കെ കൂടെ ഇട്ടാലും വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദുപ്പട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീസണബിൾ പ്രൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സിൽക്ക് അവോയ്ഡ് ചെയ്തിട്ട് റയോൺ ഫാബ്രിക്കിൻ്റെ ടോപ്പ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ദുപ്പട്ട മാത്രം മതിയെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. ഞാൻ പറയുവാണെങ്കിൽ നമ്മളുടെ ദുപ്പട്ട കളക്ഷനിൽ നമ്മൾ ദുപ്പട്ട ഇട്ടോ എന്നൊരു പ്രസക്തിയില്ല. നമ്മളുടെ കളക്ഷനിൽ നമ്മൾ മസ്റ്റായിട്ടും വെക്കേണ്ട ഒരു ഐറ്റമാണ് ഈ പാകിസ്ഥാനി ദുപ്പട്ട. ഒരു നാടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഹാൻഡിക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ അത് ഒരെണ്ണം ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇതിൻ്റെ കോമ്പിനേഷൻസാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഈ കുർത്തിയിലേക്ക് പോവുകയാണെങ്കിൽ റയോൺ ഫാബ്രിക്കിലുള്ളൊരു കുർത്തിയാണ്. അതിൽ യെല്ലോ കളറിൻ്റെ കുറച്ച് സ്പോഞ്ച് ബോൾസ് യോക്കിലും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും വെച്ചിട്ടാണ് ഇത് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇടാവുന്ന ഒരു കുർത്തിയാണ്. ഈ കുർത്തിയും ദുപ്പട്ടയും കൂടെ പ്രൈസ് വന്നേക്കുന്നത് 850 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുർത്തി വേണമെങ്കിൽ ഏത് സൈസാണെന്നും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾ ബാക്കി ദുപ്പട്ടയും കൂടെ കാണുക. നമ്മളിന്ന് കാണുന്നത് ഏകദേശം ഒരു 12 13 പീസ് ദുപ്പട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ എത്ര പീസ്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പായിട്ടൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയും നമ്മുടെ കയ്യിൽ ദുപ്പട്ടാസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ഒന്നിച്ച് ഒരേപോലെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ 5 10 ഒക്കെ എണ്ണം ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓരോ പീസിൻ്റെ മൾട്ടിപ്പിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര പീസാണ് വേണ്ടതെന്ന് കൂടെ പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. അതുപോലെ കുർത്തി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അടുത്ത കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ടോപ്പാണ് വേണ്ടതെങ്കിൽ
പറഞ്ഞാൽ റെഡ് അതുപോലെ മെറൂൺ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. റയോൺ ടോപ്പുകൾ അതുപോലെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഏറ്റവും കറക്റ്റ് മാച്ച് ഇതായതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്തത് മാത്രം. ഇതാണ് നമ്മളുടെ ടോപ്പ്, പ്ലെയിൻ ബ്ലൂ റയോൺ ഫാബ്രിക്കിൽ സ്പോഞ്ച് ബോൾസിൻ്റെ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. ലൈനിങ് ഇല്ലാതെ സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തേക്കുന്നു.